കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് കോട്ടയം നാട്ടകത്തെ ഒരു കൂട്ടം മനുഷ്യർ. സാധാരണ വെള്ളം ലഭിക്കുന്ന ജലസംഭരണ ടാങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ ദുരിതത്തിലായത്. ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ടും നഗരസഭ ഒരു സഹായവും എത്തിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കോട്ടയം നഗരസഭയുടെ കീഴിലുള്ള 26-36 വാർഡുകൾ ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളാണ്. വേനൽ കടുത്തതോടെ കിണറുകളെല്ലാം വറ്റി. ഇതോടെ നാട്ടകത്തിന്റെ പല മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. പണം നൽകി ടാങ്കുകളിൽ വെള്ളം എത്തിക്കുന്നവരെയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും ആശ്രയിക്കുന്നത്. പിള്ളേരൊക്കെ ഉള്ള കാരണം നല്ല ബുദ്ധിമുട്ട്. വെള്ളത്തിന് നല്ല ചെലവും വരും. പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ വെള്ളം വരുന്നില്ല. വന്നാൽ തന്നെ അരമണിക്കൂർ പോലും കഷ്ടിച്ച് നിൽക്കുന്നില്ല വെള്ളം. ഞങ്ങൾ കിട്ടുന്ന പൈസ മൊത്തം വെള്ളം അടിച്ച് തീർക്കുക. വെള്ളം അടിച്ച് പൈസ 250 രൂപ വെച്ച് 1 ദിവസം 2 ദിവസം കുടുംബം അടിക്കണം. ഞങ്ങളിപ്പം വെള്ളം ഇല്ലാഞ്ഞിട്ട് 1 മാസം എൻ്റെ വീട്ടിലായിരുന്നു. ഭക്ഷണം പോലും ഉണ്ടാക്കാനില്ല, വെള്ളമില്ല. വെള്ളം കിട്ടിയാലേ ഉള്ളൂ കഞ്ഞി വെക്കണമെങ്കിലും. അങ്ങനെയുള്ള ഏറ്റവും പ്രതിസന്ധി ഇപ്പം ഞങ്ങൾക്ക് വെള്ളത്തിലാണ് പ്രതിസന്ധി. മറിയപ്പള്ളി ജലസംഭരണ ടാങ്കിൽ നിന്നാണ് സാധാരണഗതിയിൽ നാട്ടകം പ്രദേശത്തുള്ളവർക്ക് വെള്ളം ലഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇത് തടസ്സപ്പെട്ടു. ഇതോടെയാണ് ജനങ്ങൾ വലിയ ദുരിതത്തിലായത്. നാട്ടുകാർ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും ഒരിക്കൽ പോലും നഗരസഭ വെള്ളം എത്തിച്ചില്ലെന്നും പരാതിയുണ്ട്. നേരത്തെ വരുന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വെള്ളം വരുമായിരുന്നു. നേരത്തെ ഭരണസമിതി ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പോഴാണ് ഇച്ചിരി പ്രശ്നമായി പോയി. ഞങ്ങളുടെ സാധാരണ ഈ കിണർ വറ്റാറുള്ളതാണ്. ഈയിടെയായിട്ട് പിന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല ആരിപ്പോൾ. എല്ലാവരും വളരെ ബുദ്ധിമുട്ട്, വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. വാട്ടർ അതോറിറ്റി വെള്ളം സൗജന്യമായി നൽകുകയാണെങ്കിൽ വിതരണം നടത്താമെന്ന് അറിയിച്ചതാണെന്നും പക്ഷെ പിന്നീട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. അമൃത് കിഫ്ബി പദ്ധതികളുടെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.